സുനിൽകുമാർ ജയിക്കുള്ളൂ. സുനിൽകുമാർ കാര്യമുണ്ട്. കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് സുനിൽകുമാറാണ് ഇവിടെ വിജയ സാധ്യത കൂടുതൽ. അതൊക്കെ ഈ വർഗീയമായിട്ട് ചിന്തിച്ചും വർഗീയതയെ താലോലിച്ചും പാലൂട്ടിയും നടക്കുന്ന ആളുകളല്ല. അവരും ജയിക്കാൻ പോണില്ല. സുരേഷ് ഗോപി എന്തുകൊണ്ട് സുരേഷ് ഗോപി? സുരേഷ് ഗോപി ജയിക്കണം. ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിന്റെ വികസനത്തിന് സുരേഷ് ഗോപിയുടെ നേതൃത്വം വേണം. ഓക്കെ, എന്താണ് അഭിപ്രായം? സുനിൽകുമാർ ജയിക്കും. എന്താ കാര്യം? അമ്പിച്ച ഭൂരിപക്ഷത്തോടെ. എന്താ കാര്യം? അയാൾ ജനകീയനാണ്. തികച്ചും ജനകീയനാണ്. ആണോ? ആർക്കാ സാധ്യത? സുനിൽകുമാർ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. എന്താ കാര്യം? എന്തുകൊണ്ട്? കോൺഗ്രസിന് എങ്ങനെയാ വോട്ട് ചെയ്യാൻ പറ്റുക? അവര് BJP വോട്ട് ചെയ്ത് കഴിഞ്ഞാല്. പക്ഷെ അതിനെതിരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണല്ലോ കെ മുരളീധരൻ നിൽക്കുന്നത്. ഒരു കാര്യമില്ല, മൂന്നാം സ്ഥാനത്ത് വരുള്ളൂ. അത്രേ ഉള്ളൂ. എന്താ സാധ്യത? സുനിൽകുമാർ ആണോ? ഇവിടെ എന്താണ് ചേട്ടാ സാധ്യത? എന്താ അവസ്ഥ ഇവിടുത്തെ മണ്ഡലത്തിൽ? സുരേഷ് ഗോപി. എന്തുകൊണ്ട് സുരേഷ് ഗോപി? ശക്തനായ നേതാവായതുകൊണ്ടാണ്. എന്താ സാധ്യത? സുനിൽകുമാർ. ഓക്കെ ചേച്ചി, എന്താ ഇവിടുത്തെ അവസ്ഥ? സുരേഷ് ഗോപി. എന്തുകൊണ്ട് സുരേഷ് ഗോപി? നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വികസന നായകനാണ്. ആണോ? സുരേഷ് ഗോപി എന്തുകൊണ്ട്? ജയിച്ചിരിക്കും. സുനിൽകുമാറും കെ മുരളീധരനുമാണ് അപ്പുറത്ത്. പാർലമെന്റിൽ പോയിട്ട് വെറുതെ അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ കൂവാനോ കാത്തിക്കോളൂ. നാടിന്റെ വികസനം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ചെയ്യണം. ആള് പ്രവർത്തിച്ച് കാണിച്ച ഒരു വ്യക്തിയാണ്. രാജ്യസഭ MP ആയിട്ട് സുരേഷ് ഗോപി എന്ത് വികസനം കൊണ്ടുവന്നേ? ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തൃശ്ശൂര് ഒരുപാട് വികസനം. ഒരെണ്ണം പറഞ്ഞാൽ തൃശ്ശൂര് അവണിശ്ശേരി പഞ്ചായത്തില് അവണിശ്ശേരി പഞ്ചായത്തിൽ കുറെ വികസനം കൊണ്ടുവന്നു. അവണിശ്ശേരി പഞ്ചായത്തില് തൃശ്ശൂർ മാർക്കറ്റ് വിപുലീകരിച്ചു. തൃശ്ശൂർ മാർക്കറ്റ് തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കി. തൃശ്ശൂർ മാർക്കറ്റ് നവീകരിച്ചു. 1 കോടി രൂപ തൃശ്ശൂർ മാർക്കറ്റ് നവീകരിക്കാൻ MP ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിൽ 1.5 കോടി. സുനിൽകുമാർ വിജയിച്ചിരിക്കും. എന്തുകൊണ്ട്? സുരേഷ് ഗോപി നാടിനെ ഏറ്റെടുക്കാൻ പോവാണ്. വിജയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഒന്ന്, വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ VS സുനിൽകുമാർ കൃത്യമായി 3 തവണ MLA ആയി മത്സരിച്ച് ജനകീയനായിട്ടുള്ള കൃഷിമന്ത്രിയായി മത്സരിച്ച് കൃഷിയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കുവച്ച ആളാണ്. അതോടൊപ്പം തന്നെ 4% ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നത് നിർത്തിയും കണ്ടിട്ട് അതോടൊപ്പം തന്നെ ഈ നാടിനെ വർഗീയപരമായി ഈ നാടിനെ ഭിന്നിപ്പിക്കുന്ന BJP-യെ സുരേഷ് ഗോപി പോലെ ആളുകൾ ഇവിടെ വാഴ്ത്തില്ല എന്നുള്ളത് തൃശ്ശൂർ ജനത കൊടുക്കുന്ന ഉറപ്പാണ്. 4% ഉണ്ടായിരുന്ന ഗോൾഡ് ലോൺ കർഷകർക്കുള്ളത് നിർത്തിയത് സുനിൽകുമാറാണ്. ജനങ്ങൾ ഇത്ര കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത് സുനിൽകുമാറിന്റെ തലയിലേക്ക് വെക്കേണ്ടതില്ല. ലെറ്റർ എഴുതി കൊണ്ടാണ് അവർ നിർത്തിച്ചത്.